ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വെറും 4 ചേരുവ ഉപയോഗിച്ച് ഉഴുന്ന് ചേർക്കാത്ത നല്ല സോഫ്റ്റ് സ്പോഞ്ച് ദോശയുടെ റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ മാംഗ്ലൂർ സ്റ്റൈലിൽ കോക്കനട്ട് ചട്നിയുടെ റെസിപ്പിയും ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് 4 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അവലാണ്. വെള്ള അവൽ 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് വെള്ള അവലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അവലും അരിയും ഒക്കെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സിയുടെ ജാറിൽ കുറച്ച് അരിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് തൈരാണ്. അങ്ങനെ തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. ഓവർ ലൂസും അല്ല ഓവർ ടൈറ്റും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ല പതഞ്ഞ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് മാംഗ്ലൂർ സ്റ്റൈലിൽ നല്ല തേങ്ങാ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങ ചിരവിയതാണ്. 1.5 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു പച്ചമുളകാണ്. അത് 2 പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മിൻറ്റ് ലീഫാണ്. അതൊരു 4-5 ലീഫ് മതി, മണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് പകുതി നാരങ്ങയുടെ നീരാണ്. നാരങ്ങയുടെ പകരം നിങ്ങൾക്ക് കറിയിലിടുന്ന പുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരയാൻ വേണ്ടിയിട്ടാണ്. ഓവർ ലൂസും വേണ്ട ഓവർ തിക്കും വേണ്ട, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഓവർ പേസ്റ്റായിട്ട് വേണ്ട, ചെറുങ്ങനെ തരിതരിപ്പോടിയാണ് ഈ ഒരു ചട്നിയുടെ ഇത് വരുന്നത്. ഈ സമയം നമുക്ക് ഉപ്പ് എങ്ങനെയെന്ന് നോക്കാം. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ചട്നി ഒന്ന് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അത് ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചട്നി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ദോശയുടെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കോംബോയാണ്. അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് നല്ല ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ ദോശ പെട്ടെന്ന് കരിഞ്ഞ് പോവും, പിന്നെ വെന്തും കിട്ടൂല. ഇതാകുമ്പോൾ നല്ല ഇതിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ദോശയാണ്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറും ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പീസുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും ബൈ.